കത്തോലിക്ക സഭയിൽ അനേക മനോഹരമായ ഗാനങ്ങൾ എഴുതുവാൻ, ട്യൂൺ കൊടുക്കുവാനൊക്കെയും എങ്ങനെയാണ് സാഹചര്യങ്ങൾ അങ്ങനെ വന്നതെന്ന് അങ്ങേക്ക് പറയാമോ? ചെറുപ്പത്തിലെ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ചേച്ചിയും ചേട്ടനും ഉൾപ്പെടുന്ന കൊയറിലേക്ക് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി കടന്നു ചെല്ലുമായിരുന്നു. ഞാൻ പുറത്തുനിന്ന് കേൾക്കും, ഞാനത് പഠിച്ച വീട്ടിൽ വെച്ചിരുന്ന് പാടും. അച്ഛനത് ശ്രദ്ധിച്ചിട്ട് എന്നോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാടി. അന്ന് മുതൽ കൊയറിലെ ജൂനിയർ മോസ്റ്റ് അംഗമായി ഞാൻ നിന്ന്. കൊല്ലങ്ങൾ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനൊക്കെ പൊഴിഞ്ഞു പോയി. കൊയറിൽ നിന്ന് ഞാൻ പിന്നെ കൊയർ ലീഡറായി. അങ്ങനെ പള്ളിയിൽ സ്ഥിരമായിട്ട് പാടുമായിരുന്നു. പിന്നീട് സെമിനാരി ചേർന്ന കാലത്തും സെമിനാരിയുടെ പഠനസമയ കാലത്തെല്ലാം ഞാൻ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ പാട്ട് കുട്ടികളെ കൊണ്ട് പാടിക്കുക, അതാത് കാലത്തെ പുത്തൻ സിനിമാ രീതികളിൽ പാട്ട് എഴുതി പഠിപ്പിക്കുക, അതെൻ്റെ ഒരു ഹോബിയായിരുന്നു. സെമിനാരിൽ ഞാൻ കൊയർ മാസ്റ്ററായിരുന്നു. അങ്ങനെ പല കാരണങ്ങളാലും എനിക്ക് പാട്ട് എൻ്റെ ഒരു ഭാഗമായിരുന്നു. ക്രൈസ്തവ ഗാനലോകത്ത്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ കുർബാന ക്രമത്തിൽ അനേക ഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുവാനിടയായി. ആ കാര്യത്തിലും അച്ഛൻ്റെ വലിയൊരു സംഭാവനയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാമോ? ആദ്യമായിട്ട് തന്നെ ഞാൻ അന്ന് കത്തോലിക്ക സഭയിൽ ഔദ്യോഗിക ലത്തിൽ ആയിരുന്നു പാട്ടുകളൊക്കെ, പക്ഷെ മലയാളത്തിൽ പാടുന്നത് സിനിമ ട്യൂണിൽ ആസ്പദമാക്കിയായിരുന്നു. അപ്പോൾ 61 എനിക്കതിനെക്കുറിച്ച് ഒരു വ്യതിരിക്തമായ കാഴ്ചപ്പാടുണ്ടായി. സിനിമയിലെ പാട്ട് ട്യൂണുകൾ അതേപടി എടുത്ത് പാടുന്നതിനോട് യോജിപ്പുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് ഇംഗ്ലീഷിലെ സ്വർഗസന്ദേശം എന്ന കാറ്റഗിസൺ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് കുറേ പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച്, വർഗീസ് മാളേക്കിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച്, അതിന് ജോബ് ആൻഡ് ജോർജിനെ കൊണ്ട് ഈണം പകർന്ന് കൂടുതൽ ജെറിയും വന്നുകൂടി, ജെറി അമൽദേവ് അവരുകൂടി 12 പാട്ടുകൾ 61 പബ്ലിഷ് ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ പാട്ടുകളിൽ ഒരെണ്ണം ഞാൻ പാടാം. നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, നിൻ മുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു. എല്ലാം നിൻ ചെങ്കോലിൻ കീഴാണീ ലോകത്തിൽ, സ്വർലോകനാഥനും നീയാണല്ലോ. നിൻ വാഴ്ച വർണ്ണിപ്പാനാർക്കുള്ളൂ വൈഭവം, എന്നെന്നും നിൽപ്പതാണങ്ങേ രാജ്യം. നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, നിൻ മുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു. ആ സെറ്റിൽപ്പെട്ട ഒരു പാട്ടാണ് രാത്രി സായാഹ്ന പ്രാർത്ഥനയായിട്ട് ഇന്നും പല കുടുംബങ്ങളിലും പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയ്ക്കുമായി. ഈ പാട്ട് പുസ്തകം കണ്ടിട്ടും പബ്ലിക്കേഷൻ കേട്ടിട്ടും ചങ്ങനാശ്ശേരിയിലെ അധ്യയന മണ്ഡലത്തിലെ ഡയറക്ടറായിരുന്ന മാത്യു നക്കലച്ചൻ 2 പാട്ടുകളുമായിട്ട് വന്ന് ഞങ്ങൾ ടീമിനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാൻ. അതിലൊരു പാട്ടാണ് ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പാഴിതിന്നതിനാഥനായങ്ങെ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ക്രൈസ്തവ ആരാധനാക്രമങ്ങളിലേക്ക് ഗാനങ്ങൾ കടന്നു വരുവാനുണ്ടായ സാഹചര്യവും അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? 64 വാറ്റിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ വെളിച്ചത്തിൽ മാതൃഭാഷയിൽ ആരാധനക്രമമുണ്ടായി.
തിരുക്കർമ്മങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. തിരുക്കർമ്മ കമ്മീഷൻ്റെ അംഗമെന്നുള്ളതിലും തിരുക്കർമ്മ സംഗീതത്തിൻ്റെ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ളതിലും ഞാനാണ് ലത്തീനിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംഗീത സംവിധായകരെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ച് പബ്ലിഷ് ചെയ്തത്. ഇന്നും ആ പാട്ടുകളാണ് ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് അച്ഛൻ പാടാമോ? സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താര, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. ഒരു ബൈബിൾ സെമിനാരി അധ്യാപകനായിട്ടും അതുപോലെ തന്നെ ആ റെക്ടറായിട്ടും കോളേജ് പ്രൊഫസറായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അങ്ങ് ഒരു കരിസ്മാറ്റിക് പ്രസംഗകൻ എന്ന നിലയിലും വളരെ കേരളക്കരയിൽ വളരെ പ്രസിദ്ധനായൊരു വ്യക്തിയാണ്. കരിസ്മാറ്റിക് നവോത്ഥാന സമയത്ത് അച്ഛൻ്റേതായ മനോഹരമായൊരു ഗാനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ആ നാമത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം. അതെങ്ങനെയാണ് രചിച്ചതെന്ന് ഒന്ന് ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? 1976 കോളേജ് കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഒരു ധ്യാനത്തിൽ നടത്തിപ്പുകാരനായിട്ട് ഞാൻ പങ്കെടുത്തത്. അന്ന് ആദ്യമായിട്ടാണ് ബൈബിളിൽ നിന്നുള്ളതായ വചനം കേൾക്കുന്നത്. തുടർന്ന് ആ ധ്യാനത്തെ തുടർന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യേശുക്രിസ്തുവാണ് ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദു. യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ. യേശു നാമമാണ് ആകാശത്തിന് കീഴിലും ഭൂമിയിലും ഉള്ള ഏകരക്ഷാനാമം. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ പാട്ടുണ്ടാക്കിയത്. അതിങ്ങനെ ആരംഭിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷതില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയാണോ ഈ ഗാനം രചിച്ചത്? അതെ. കൺവെൻഷൻ്റെ കാലഘട്ടം നായിക്കാമ്പറമ്പിലച്ഛൻ പല സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരു കാസറ്റ് റെഡിയായി കൊടുക്കണമെന്ന് പറഞ്ഞു. ചില സന്ദേശങ്ങൾ അദ്ദേഹം തന്നു. ആ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി, കൂടാതെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആ ഗാനം, ആ കാസറ്റ് തയ്യാറാക്കിയത്. കാസറ്റിൻ്റെ പേര് വചന സന്ദേശം എന്നാണ്. അതിൽ തുടങ്ങുന്നത് ആഹ്ലാദചിത്തരായി എന്നുള്ളൊരു പാട്ടോടു കൂടിയാണ്. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമാം ഉന്നതനീശനെ വാഴ്ത്തിപ്പുകഴ്ത്തിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദചിത്തരായി